ഒരേ കല്ലറയിൽ, അതായത് ജിസ്മോളുടെ മാതാവ് ലിസി തോമസിന്റെ കല്ലറയിൽ തന്നെ, അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറയിൽ തന്നെ ഈ 3 പേരെയും സംസ്കരിക്കുകയായിരുന്നു. ജിസ്മോളുടെ നെഞ്ചോട് ചേർന്ന് ആ 2 പിഞ്ച് കുഞ്ഞുങ്ങളും ഇനിയും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളും. അവരെ യാത്രയാക്കുന്നതിനായി ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് എത്തിച്ചേർന്നിരുന്നത്. ജിസ്മോൾക്കും 2 കുഞ്ഞു മക്കൾക്കും ജന്മനാട് വിട ചൊല്ലി. ജിസ്മോളുടെ സ്വന്തം നാടായ പാല ചെറുകര സെൻറ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയിലാണ് 3 പേർക്കും അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത്. വീട്ടിൽ നിന്നും സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം മൃതശരീരങ്ങൾ പള്ളിയിൽ എത്തിക്കുകയായിരുന്നു. ഇവിടെ പ്രത്യേക പ്രാർത്ഥനകൾക്കും ശുശ്രൂഷകൾക്കും ശേഷമാണ് ഒരേ കല്ലറയിൽ, അതായത് ജിസ്മോളുടെ മാതാവ് ലിസി തോമസിന്റെ കല്ലറയിൽ തന്നെ, അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറയിൽ തന്നെ ഈ 3 പേരെയും സംസ്കരിക്കുകയായിരുന്നു. ജിസ്മോളുടെ നെഞ്ചോട് ചേർന്ന് ആ 2 പിഞ്ച് കുഞ്ഞുങ്ങളും ഇനിയും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളും. അവരെ യാത്രയാക്കുന്നതിനായി ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് എത്തിച്ചേർന്നിരുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി അഭിഭാഷകയും മുത്തോലി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റുമൊക്കെ ആയിരുന്ന ജിസ്മോൾ തോമസ് മരണപ്പെടുന്നത്. ഭർതൃപീഡനത്തെ തുടർന്ന് മീനച്ചിലാറ്റിൽ കുട്ടികളുമായി എത്തി ജീവനൊടുക്കുകയായിരുന്നു. ഈ സംഭവത്തിനു ശേഷം ഭർതൃ വീട്ടുകാർക്കെതിരെ വ്യാപകമായ ആരോപണങ്ങൾ ജിസ്മോളുടെ കുടുംബം ഉയർത്തിയിരുന്നു. ഭർത്താവിൻ്റെ പീഡനം മാത്രമല്ല, ഭർത്തൃ വീട്ടിൽ നിന്നും മാതാവിൻ്റെയും സഹോദരിയുടെയും ഒക്കെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയായിരുന്നു ജിസ്മോൾ. ഇതെല്ലാം സഹിച്ച് ഒരു തരത്തിൽ ജീവിക്കുകയായിരുന്നു. പോലീസിലൊന്നും പരാതി നൽകാതെ, ആരോടും പരാതിയും പരിഭവമില്ലാതെ 2 കുഞ്ഞുമക്കളുമായി ജീവിച്ചിരുന്ന ജിസ്മോളാണ് പെട്ടെന്ന് ആകസ്മികമായി മരണം കവർന്നെടുത്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജിസ്മോളുടെ പിതാവായ പാല വള്ളിച്ചിറ പൂവത്തുങ്കൽ തോമസ് സഹോദരങ്ങളൊക്കെ ഏറ്റുമാനൂർ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഏറ്റുമാനൂർ പോലീസ് ഓഫീസർ മുൻപാകെ മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനം അടക്കമുള്ള കേസ് ചുമത്തി ഈ കുടുംബക്കാർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉയരുന്നത്. ഇപ്പോൾ ആ സംസ്കാര ചടങ്ങുകൾ രംഗങ്ങളാണ് കാണുന്നത്. വീട്ടിൽ നിരവധി ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ഹൈക്കോടതി അഭിഭാഷകയായ ജിസ്മോൾ പാല കൊട്ടാരമറ്റത്ത് 6 മാസം മുൻപാണ് ഒരു സ്ഥാപനം വിടുകയും സ്വന്തമായി പ്രാക്ടീസ് ആരംഭിക്കാൻ ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ മരണം കവർന്നെടുത്തത്. ജിസ്മോളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി, മുത്തോലിയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി 8 മാസക്കാലം സേവനമനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ്. ജനങ്ങളുമൊക്കെയായി ഇടപെടുന്ന ഒരു ഫാമിലി കൂടിയാണ്. ജിസ്മോളുടെ മാതാവ് മുൻപ് ഈ വാർഡ് അംഗം കൂടിയായിരുന്നു. അങ്ങനെ ജനങ്ങളുമൊക്കെയായി ഇടപെടുന്ന പോസിറ്റീവ് എനർജിയുള്ള ജിസ്മോൾ ഈ മക്കളുമായി ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പലരും തിരക്കുകയുണ്ടായി. പിതാവും പറയുന്നത് മകൾ ഒരിക്കലും അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിൽ നിരവധി പ്രശ്നങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. അപ്പോഴൊക്കെയും പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചിരുന്നത്. പിതാവ് പലതവണ അവരുടെ വീട്ടിൽ വരികയും ഇനി ആവർത്തിക്കരുത് എന്ന് പറയുകയും അതവർ കാര്യമായി എടുക്കുകയും ഇനിയും ആവർത്തിക്കില്ല എന്ന് പറയുകയുമായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ സഹോദരങ്ങളുമൊക്കെ, ജിസ്മോളുടെ പിതാവും സഹോദരങ്ങളുമൊക്കെ UK-യിലാണുള്ളത്. ഇതിനിടയിൽ ജിസ്മോൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകണം. യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് മകൾ തന്നോട് പറഞ്ഞത്. കഴിഞ്ഞ ഇടെയാണ് ഫെബ്രുവരി 28-ന് ഏറ്റുമാനൂർ സ്വദേശിനിയായ ഷൈനി എന്ന യുവതി 10ഉം 11ഉം വയസ്സ് മാത്രം പ്രായമുള്ള 2 പെൺമക്കളുമായി കോട്ടയം റെയിൽവേ ട്രെയിനിന് മുൻപിൽ ചാടി ജീവനൊടുക്കുന്നത്. ആ സംഭവത്തിന് ശേഷം എല്ലാവരും ജാഗ്രതയിലായിരുന്നു. ഈ സംഭവം ഉയർത്തിക്കാട്ടിക്കൊണ്ടും ജിസ്മോളോട് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്ന ജിസ്മോൾ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ഉള്ള കാരണം, അതായത് ആ വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പിതാവ് പറയുന്നത്. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ്. ജിസ്മോളുടെ ബന്ധുക്കളൊക്കെ തന്നെ സാധുക്കളാണ്. അവരാരും ഒരു പ്രശ്നങ്ങളും നിന്നില്ല. അവർ ജ്ഞാനായ കത്തോലിക്ക സഭയിലെ ഉയർന്ന വൈദികർ, മേലധ്യക്ഷന്മാരൊക്കെ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തി 1.5 മണിക്കൂറോളം നേരം അവിടെ പൊതുദർശനത്തിന് വെക്കുന്നതിനുള്ള സാവകാശം നൽകുകയായിരുന്നു. അങ്ങനെ പോലീസിൻ്റെ വലിയൊരു സന്നാഹവും അവിടെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു തരത്തിലും ഒരു പ്രശ്നമുണ്ടാകാതെ 1.5 മണിക്കൂറിലെ പൊതുദർശനത്തിന് ശേഷമാണ് ഈ പാല വള്ളിച്ചിറയിലുള്ള ജിസ്മോളുടെ ഭവനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നലെയാണ് മണിക്കൂറുകളോളം നേരം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി ജിസ്മോളുടെ പിതാവും സഹോദരനും
പ്രചോദനങ്ങളും ഒക്കെ മൊഴി നൽകിയിരുന്നു. വിശദമായ മൊഴിയാണ് പോലീസ് എടുത്തിരിക്കുന്നത്. ഈ മൊഴിയെടുത്ത സാഹചര്യത്തിൽ അവരെ കേസെടുത്ത് ഉടൻ അറസ്റ്റ് ചെയ്തിരുന്നില്ലെങ്കിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുമെന്നുമാണ് ഇപ്പോൾ ഇവരുടെ ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് ഈ സംസ്കാരം നടന്നു, അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചിരിക്കുകയാണ്. ആ കുഞ്ഞു മക്കളെയും ജിസ്മോളെയും ഒക്കെ പിരിയാൻ കഴിയാതെ ഓരോരുത്തരും അവിടെ എത്തിയവ ഓരോരുത്തരും അലമുറയിട്ട് കരയുന്ന കണ്ണീരോടെ അവിടെ നിന്നും അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത്. അത്രത്തോളം ഈ നാടിനെ ആകെ ഈ പാല വള്ളിച്ചിറ പടിഞ്ഞാറ്റിൻകര മാത്രമല്ല അതിനോട് ചുറ്റുപറ്റുമുള്ള പാല നഗരത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ ഒരു ദുരന്തമാണ്, ഒരു ദാരുണമായ സംഭവമാണ് ജിസ്മോള് 2 കുഞ്ഞുങ്ങളുമായി മരണത്തിന് കീഴടങ്ങിയത്. അതിൻ്റെ നൊമ്പരത്തിൽ നിന്നാണ് ആളുകളൊക്കെ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ഏതായാലും ഈ സംഭവത്തിൽ കുറ്റക്കാരെ കൃത്യമായ നിയമ നടപടികൾക്ക് മുൻപിൽ കൊണ്ടുവന്ന് ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ക്യാമറാമാൻ ദിദിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പാല.